അസ്സലാമലൈക്കും. എല്ലാവർക്കും സിംപ്ലി കേലിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഞാൻ ചെയ്ത് എനിക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു സൂപ്പർ ഫേസ് പാക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇത് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് അല്ല. നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യണം, ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ മേക്ക് ചെയ്യണം. കാരണം നമ്മളിപ്പം മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതൊരു 3 ഇൻഗ്രീഡിയൻസിൽ നമ്മൾ ചെയ്തെടുക്കുന്ന ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ അത് മിക്സ് ചെയ്ത് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ എനിക്ക് അത്ര ഒരു നല്ലൊരു റിസൾട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഇതിൽ വന്നിട്ടുള്ളത് പൊട്ടറ്റോ ആണ്. നമ്മൾ സാധാരണ ഉരുളക്കിഴങ്ങാണ് നമ്മുടെ വീട്ടിലെ കിച്ചണിലുള്ള ഐറ്റംസ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ കൂടുതലും വീഡിയോസും ഡി ഐ വൈയും ഹോം മെയ്ഡ് ക്രീമും ഒക്കെ ചെയ്തിട്ടുള്ള. പുറത്തുനിന്നുള്ള സാധനങ്ങൾ വളരെ കുറവ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇതും തികച്ചും നാച്ചുറൽ ആയിട്ട് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ ഫേസ് പാക്ക് ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. നമ്മുടെ സ്കിന്ന് ഫ്രഷ് ആയിട്ടിരിക്കും, നല്ല ഗ്ലോ ആയിട്ടിരിക്കും, പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ബ്രൈറ്റ്നസ് കിട്ടും. അത്രയും അടിപൊളിയായിട്ട് നമുക്ക് അതായത് നമുക്കിത് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും മാക്സിമം ഇല്ലാത്തൊരു അടിപൊളിയായിട്ടുള്ള ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പം ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് ആ തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്, കഴുകിയെടുക്കാൻ നല്ലതുപോലെ. അപ്പോൾ അതിനുശേഷം നമുക്കിത് ജ്യൂസ് ആക്കി എടുക്കണം. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് വേണം ഇത് നല്ലതുപോലെ നമ്മൾ അരച്ചെടുക്കാനായിട്ട്. വേറെ പാലോ ഒന്നും ചേർക്കേണ്ട, വെള്ളം ചേർത്തിട്ട് നമുക്ക് അത്യാവശ്യം കട്ടിയായിട്ട് ഒരു 1/4 കപ്പ് ചേർക്കുമ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കട്ടിയായി കിട്ടും. ഇനി ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരുപാട് കുലുക്കുകയൊന്നും ചെയ്ത് ഇതുപോലെ ഒരു അരമണിക്കൂർ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു കളറിലോട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർച്ച് ഏറ്റവും അടിയിൽ ഇങ്ങനെ കട്ടിയായിട്ട് ഒരു ചെറിയൊരു മാവ് കലക്കിയതുപോലെ കിടക്കും. അതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഫ്രണ്ടിലോട്ടുള്ള ഈ ഒരു ജ്യൂസ് നമുക്ക് പതിയെ മാറ്റി കൊടുക്കാം. അപ്പോൾ താഴെ അത്യാവശ്യം ഒരു അര സ്പൂൺ ആയാലും മതി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കളയണ്ട, ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഈ ഒരു ഉരുളക്കിഴങ്ങി നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള ക്രീം ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ബാക്കിയുള്ള ജ്യൂസ് കളയരുത്, അതും നമ്മൾ സൂക്ഷിച്ച് വെക്കണം. ഇനി ഈ കാണുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മാവ് പോലെ ഏറ്റവും അടിയിൽ കുറച്ച് കട്ടിയായിട്ട് മാവ് പോലെ കിട്ടും. പിന്നെ ഇത് അരമണിക്കൂർ മാത്രം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഈ ഒരു ഈ ഒരു താഴത്തെ മാവ് പോലെ ഉണ്ടല്ലോ അത് എടുത്താൽ മതി. കാരണം ഈ ഒരു ജ്യൂസ് നമുക്ക് ഈ ഒരാഴ്ച കംപ്ലീറ്റ് യൂസ് ചെയ്യാനുള്ളതാണ്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണോളം ഓട്സ് പൊടിച്ചതാണ്. അപ്പം ഞാനിവിടെ പൊടിച്ചിട്ടില്ല, ജസ്റ്റ് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഒന്ന് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. വേണമെങ്കിൽ പൊടിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കേണ്ട 1 ടേബിൾ സ്പൂണോളം തേന് ചേർത്ത് കൊടുക്കുക. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതിൽ വെള്ളമോ വേറെ ഒന്നും ചേർക്കരുത്. ഈ ഒരു പൊട്ടറ്റോയുടെ സ്റ്റാർച്ചും ഈ ഒരു ഓട്സും തേനിലും തന്നെ ഇത് നല്ലതുപോലെ കുതിർന്ന് കിട്ടണം. ഇനി നമുക്ക് ഈ ഒരു മിക്സ് അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഓട്സിന് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഗുണം കിട്ടുള്ളൂ നമുക്ക് ഫേസിന് വേണ്ടുന്ന. അപ്പോൾ അത്യാവശ്യം ഇതുപോലെ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാണ് കേട്ടോ നമ്മൾ ഫേസിലോട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഈ ഒരു പൊട്ടറ്റോ ജ്യൂസ് നിങ്ങൾ കളയരുത്, പൊട്ടറ്റോ ജ്യൂസ് എടുത്ത് വെച്ചേക്കുക. കാരണം ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരാഴ്ചത്തേക്ക് ഇതുപോലെ അടിയിൽ ക്രീം വരും, അതെടുത്തെടുത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മോഡലായിട്ട് വന്നിട്ടുള്ളത് അപ്പുവാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഫേസിലിട്ട് കാണിക്കുമ്പോൾ എല്ലാവരും പറയും വേറെ ആരിലെങ്കിലും ചെയ്ത് കാണിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പൂനെ ഇട്ട് കാണിക്കുന്നത്. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് വരെ നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അപ്പൂൻ്റെ 2 കൈയിലും ഈ ഒരു കയ്യിൽ കുറച്ച് നിറം കുറവായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ആ കയ്യിൽ തന്നെയാണ് ഞാൻ ഈ ഒരു ഹോം മെയ്ഡ് ക്രീം ഇട്ട് കൊടുക്കുന്നത്. അടിപൊളി റിസൾട്ടാണ്, നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാം, കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൂനിപ്പോൾ 9 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ മോൻ്റെ കയ്യിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഉണങ്ങണം. ഒരു 20 മിനിറ്റ് അരമണിക്കൂറൊക്കെ എടുക്കും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി കിട്ടാനായിട്ട്. അതിനുശേഷം നമുക്ക് വാഷ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ വിന്നർ ആരാ നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ വിന്നർ ആരാ നോക്കുന്നതിന് മുന്നേ നമുക്ക് വന്നിട്ടുള്ള 198 കമൻസ് ആണ്. താങ്ക് യു സോ മച്ച്. അത്രത്തോളം ഹ്യൂജ് സപ്പോർട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പൈസയ്ക്ക് അർഹരായിട്ട് ആരാ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ കമൻറ്റിൽ നിന്ന് ഒരു വിന്നറിനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം മീതു ആണ്. കൺഗ്രാജുലേഷൻസ് മീതു. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയക്കാൻ ഞാൻ അതിലോട്ട് പൈസ ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ വിന്നർ ആവാനായിട്ട് നിങ്ങളും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഞാൻ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും ആരാണ് വിന്നർ എന്ന്. അവർക്ക് ഞാൻ ഈ വീഡിയോയിൽ എനിക്ക് കിട്ടുന്ന റവന്യൂര് ഒരു വിഹിതം തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും കൈ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി വാഷ് ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാവും. ഞാൻ ആ ക്രീം ഇട്ട ഭാഗവും അതിന് ശേഷമുള്ള ഭാഗവും കറക്റ്റായിട്ട് അത്രത്തോളം റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. 2 കൈയിലും ഈ ഒരു കൈയായിരുന്നു ഏറ്റവും കൂടുതൽ കളർ ചെറിയൊരു ഡള്ളായിട്ടുണ്ടായിരുന്നത്. 2 കൈ ഞാൻ ഒരുമിച്ച് വെച്ച് കാണിക്കുന്നുണ്ട്. അപ്പൂന് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു പാക്ക്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് കൈയായിരിക്കും ഏറ്റവും കൂടുതൽ വെയിലടിക്കുന്നത്, അതിൽ ഇത്രയും ചേഞ്ച് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഫേസിലും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതായിരിക്കും.
അപ്പോൾ ഈ ഒരു പൊട്ടറ്റോ ഫേസ് പാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. മസ്റ്റായിട്ട് ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. കാരണം വളരെ ഈസിയാണ്. നമ്മൾ സാധാരണ വീട്ടിൽ എപ്പോഴും കാണുന്നതാണ് ഓട്സും തേനും അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങും ഒക്കെ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് റിസൾട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും.